ഇനി നമ്മൾ ധവളപത്രത്തിൽ പരിശോധിക്കേണ്ടത് ആകെ പൊതുകടത്തെക്കുറിച്ചാണ്. ഇന്നലെ നമ്മൾ കേട്ടു 5,07,000 കോടി രൂപയെന്ന്. ഈ ലക്ഷം കോടിയുടെ വിലയൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഓരോ മലയാളിക്കും ഏതാണ്ട് 1.5 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്. ഈ 5.07 കോടി രൂപ ഉണ്ടായത് എങ്ങനെയാണ് എന്നൊന്ന് പരിശോധിക്കണം. 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമൊഴിഞ്ഞു പോകുമ്പോൾ ആകെയുള്ള പൊതുകടം 1,57,000 കോടിയായിരുന്നു. എന്ന് വെച്ചാൽ EMS നമ്പൂതിരിപ്പാട് മുതൽ ഉമ്മൻചാണ്ടി വരെ 59 വർഷം കേരളം ഭരിച്ചവർ ആകെ ഉണ്ടാക്കിയ ബാധ്യത 1,57,000 കോടിയായിരുന്നെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി കൂടി 10 വർഷം കൊണ്ട് പിണറായി വിജയൻ ഉണ്ടാക്കി. ഏതാണ്ട് 3.5 ലക്ഷം കോടി അധിക ബാധ്യതയുണ്ടാക്കി. പൊതുകടം 5,07,000 കോടിയാക്കി. 3.5 ലക്ഷം കോടി രൂപ അധിക ബാധ്യത ഉണ്ടാക്കിയെങ്കിൽ അതിനർത്ഥം പിണറായിക്ക് ഭരിക്കാനേ അറിയാമായിരുന്നില്ല. ധൂർത്തനായ ഒരു കാരണവരായിരുന്നു. തറവാടിൻ്റെ മൂലക്കല്ല് വരെ ഇളക്കി വിറ്റ് ധൂർത്തടിച്ചു. തറവാട് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഒരുക്കി എന്നല്ലേ? ഈ 3.5 ലക്ഷത്തോളം അധികം ബാധ്യതയാക്കുമ്പോൾ നമ്മുടെ നാട് നേരിടുന്ന പ്രതിസന്ധി എന്താണെന്നറിയാമോ? പലിശ കൂടി വരും. അതുകൊണ്ടാണ് ധവളപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ആകെ വരുമാനത്തിൻ്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്ന്. ആകെ നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ടെന്ന് കരുതുക. അതിൽ 77,000 രൂപയും ശമ്പളവും പെൻഷനും പലിശയും കൊടുക്കണം. പലിശയാണ്, മുതലല്ല. ബാക്കി 33 രൂപ കൊണ്ട് വേണം കുടുംബം നടത്താൻ, ബാക്കി കാര്യങ്ങളൊക്കെ നടത്താൻ. അതായത് പിണറായി വിജയൻ പെരിയയിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ കൊലപാതകങ്ങളെ രക്ഷിക്കാനും മകളുടെ മാസപ്പടി കേസിൽ നിന്നും തലയൂരാനുമൊക്കെ ചെലവഴിച്ച കോടികൾ നമുക്ക് അധിക ബാധ്യത വരുത്തുന്ന കടമെടുപ്പിൽ നിന്നാണ്. കടമെടുത്താണല്ലോ സർക്കാർ മുമ്പോട്ട് പോയത്. ഈ കടമെടുത്ത പണമൊക്കെ 10, 15, 20, 25 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കേണ്ടതാണ്. അതുകൊണ്ട് പലിശ മാത്രം അടച്ചാൽ മതി. കടബാധ്യതകൾ വരാൻ പോകുന്ന സർക്കാരിന്റെ തലയിൽ വയ്ക്കാം. ആദ്യ കാലഘട്ടത്തിൽ പിണറായി എടുത്ത കടബാധ്യതകളെല്ലാം മുഴുവൻ തിരിച്ചടയ്ക്കേണ്ട ബാധ്യത ഇന്ന് VD സതീശന് വന്നു.